അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ അൽഫിയ മഹൽ രചനയുടെ വിശദീകരണ ക്ലാസ്സുകളിൽ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില വിഷയങ്ങൾ ഒന്ന് വ്യക്തമാക്കുവാനാണ്. ഒപ്പം നമ്മളുടെ പഠിതാക്കൾ, ശ്രോതാക്കൾ ചില വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ചില തിരുത്തലുകൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ, പഠിച്ച ബെയ്ത്തുകളിൽ നിന്ന് അത്തരം ഭാഗങ്ങളൊന്ന് മനസ്സിലാക്കുവാനാണ്, അതിലൊരു തിട്ടം വരുത്തുവാനാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ബഹുമാന്യ പഠിതാക്കൾ, ശ്രോതാക്കൾ അവരുടെ അറിയിപ്പുകളെ മാനിക്കുന്നു. അവരുടെ ഉണർത്തലുകളിൽ അവരോട് കടപ്പെട്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് പിന്നെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് അതിൽ പ്രസക്തമായ അതിനെ പരിഗണിച്ച് ചില കാര്യങ്ങൾ പഠിക്കാം. ഒന്ന് തെൻവീനുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ബിൽജറി വ തൻവീനി വന്നീദ വ അൽ വമുസ്നദിൽ ലിൽ ഇസ്മി തമ്മീസുൻ ഹസൽ എന്ന പദ്യം വിശദീകരിച്ചപ്പോൾ തൻവീൻ എന്തെന്ന് പറഞ്ഞു, പിന്നെ അതിൻ്റെ ഇനങ്ങളും പറഞ്ഞു പോയി. പക്ഷെ അത് ആ ഇനങ്ങളെ വിശദീകരിച്ചില്ല. അപ്പോൾ അതിൽ ഒരു വിശദീകരണമാണ്. നമ്മൾ പറഞ്ഞു അത്തൻവീൻ എന്ന് പറഞ്ഞാൽ അത് നൂനുൻ സാക്കിനത്തുൻ, സുക്കൂനായ നൂനാണ്. തൽഹഖു, അത് ചേർന്ന് വരും. ഫി അവാഖിരിൽ കലിമാത്ത്, കലിമത്തുകളുടെ അവസാനങ്ങളിൽ. ലഫ്മൻ ലാ ഖത്തൻ, ഉച്ചാരണത്തിൽ. ലഫ്മൻ, ഉച്ചാരണത്തിൽ. ലാ ഖത്തൻ, അത് എഴുത്തായിട്ടല്ല. എഴുത്തിൽ ഈ സുക്കൂനായ നൂൻ തെളിഞ്ഞു വരില്ല, പക്ഷെ ഉച്ചാരണത്തിൽ വരും. അതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞത് സൈദുൻ. സൈദുൻ, ഇവിടെ സൈദുൻ എന്നതിൽ നമ്മൾ ഉച്ചരിക്കുമ്പോൾ സൈദുൻ എന്നൊരു സുക്കൂനായ നൂനുണ്ട്. അത് സൈദുൻ എന്ന കലിമത്തിൻ്റെ അവസാനത്തിൽ ചേർന്ന് വന്നതാണ്. അപ്പോൾ ഈ സുക്കൂനായ നൂൻ അത് എഴുതുകയാണ് എങ്കിൽ എങ്ങനെ വരിക? സൈദുൻ ഇങ്ങനെയാണ്. പക്ഷേ എഴുത്തിൽ തെളിയാൻ പാടില്ല, ഉച്ചാരണത്തിലാണ് അത് തെളിയേണ്ടത്. ഇവിടെ ഇത് സൈദു എന്ന പദത്തിലേക്ക് ചേർന്ന് വന്നതാണ്. അപ്പോൾ ഈ തൻവീൻ സിയാദത്താണ്, ഏറെ വന്നതാണ് ഈ സുക്കൂനായ നൂൻ സൈദുൻ എന്ന കലിമത്തിൻ്റെ അവസാനത്തിൽ. അത് ഉച്ചാരണത്തിലാണ് തെളിയുന്നത്. സൈദുൻ അതെവിടെ തെളിയില്ല, എഴുത്തിൽ തെളിയില്ല. അതുകൊണ്ടാണ് നമ്മൾ സൈദുൻ എന്നുള്ളത് ഇവിടെ ഈ നൂന് തെളിയാത്തത്. പിന്നെ ഈ തൻവീനെ അറിയിക്കുവാനുള്ള അലാമത്തുകളുടെ അടയാളമുണ്ട്. അതെന്താണ്? 2 ഫതഹത്തുകൾ, 2 കസറത്തുകൾ, 2 ദമ്മത്തുകൾ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇവിടെ അത് വിശദീകരിക്കുന്നില്ല. ഇവിടെ നമ്മൾ വിശദീകരിക്കുന്നത്, അന്ന് നമ്മൾ തൻവീൻ്റെ ഇനങ്ങൾ പറഞ്ഞു. ഈ തൻവീനുകൾ തൻവീനു തംകീൻ, തൻവീനു തൻകീർ, തൻവീനുൽ മുഖാബല, തൻവീനുൽ ഉവദ്, അതേപോലെ തൻവീനു തറന്നും, തൻവീനുൽ ഗാലി, ഇങ്ങനെ തൻവീനുകളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട തൻവീനുകളെ നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കുകയാണ്. ഒന്ന് തൻവീനു തൻകീൻ. തൻവീൻ്റെ ഒരു ഇനാണ് തൻവീനു തംകീൻ. ഇതാണ് ഏറ്റവും പ്രസിദ്ധമായ തൻവീൻ, പ്രാധാന്യമുള്ള തൻവീൻ. എന്തുകൊണ്ടാണ് ഇതിന് തൻവീനു തംകീൻ എന്ന് പറഞ്ഞത്? തൻവീൻ തംകീൻ എന്ന് മാത്രമല്ല, ഇതിന് വേറെയും പേരുണ്ട്. തൻവീനുൽ സർഫ്, തൻവീനു തമക്കുൻ, തൻവീനുൽ അംകനിയ, ഇങ്ങനെ 4 പേരുകളുണ്ട് അതിന്. ഈ പേരുകളുടെ ആധിക്യം തന്നെ അതിൻ്റെ പ്രാധാന്യത്തെയാണ് അറിയിക്കുന്നത് എന്ന് വ്യാകരണ പണ്ഡിതന്മാർ പറഞ്ഞു. ഇതിന് ഈ പേര് നൽകാൻ കാരണം തംകീൻ. ഇപ്പോൾ ഉദാഹരണം എഴുതുകയാണ് എങ്കിൽ നമ്മൾ
ഖാലിദുൻ. ഇവിടെ ഖാലിദുൻ എന്നുള്ളതിൽ തൻവീന് തംകീനാണ്. അതേപോലെ തന്നെ സൈദുൻ തൻവീന് തംകീനാണ്. എന്തുകൊണ്ടാണ് ഇതിന് തൻവീനു തംകീൻ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു തൻവീൻ ഇസ്മിനിക്കുള്ള അലാമത്താണ്, ഇസ്മിനുള്ള അടയാളമാണ്. ഏതൊരു കെലിമത്തിലാണ് തൻവീൻ വന്നത് ആ കെലിമത്ത് ഇസ്മാണ് എന്നതാണ് അത് അറിയിക്കുന്നത്. അപ്പോൾ തൻവീൻ വരൽ ഇസ്മിലാണ്. ഇസ്മുകൾ ചിലത് ഹർഫിനോട് സാദൃശ്യപ്പെടുന്നതുണ്ട്. ഇസ്മുകളിൽ ചിലത് ഫിഇലിനോട് സാദൃശ്യപ്പെടുന്നവയുണ്ട്. അപ്പോൾ ഹർഫുകളോട് സാദൃശ്യപ്പെടുന്ന ഇസ്മുണ്ട്, ഫിഇലിനോട് സാദൃശ്യപ്പെടുന്ന ഇസ്മുണ്ട്. ഹർഫുകളോട് ഇസ്മു സാദൃശ്യപ്പെട്ടാൽ ആ ഇസ്മുകളാണ് മബ്നിയായ ഇസ്മുകൾ. അത് നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ മബ്നിയായ ഇസ്മ്. അൽ ഇസ്മു മിൻഹു മുഅറബു വ മബ്നി ലിശബഹിൻ മിനൽ ഹുറൂഫി മുദ്നി. ഹർഫുകളോട് അടുത്ത് സാദൃശ്യം വരുന്ന ഇസ്മുകളുണ്ട്. അപ്പം മബ്നിയായ ഇസ്മുകൾ എല്ലാ ഹർഫും മബ്നിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹർഫുകളോട് സാദൃശ്യമുള്ള മബ്നിയായ ഇസ്മുകളിൽ തൻവീന് തെളിയില്ല. ഇസ്മാണ്, പക്ഷെ അതിൽ തൻവീന് വരില്ല, തൻവീനില്ല. ഇതേപോലെ ചില ഇസ്മുകൾക്ക് ഫിഇലിനോടാണ് സാദൃശ്യം. അങ്ങനെ ഫിഇലിനോട് സാദൃശ്യമുള്ള ഇസ്മുകളിൽ തൻവീന് വരില്ല, തൻവീൻ ഉണ്ടാവില്ല. അത് തൻവീനിൽ നിന്ന് തടയപ്പെടും. അതിന് ഗൈർ മുൻസരിഫ് എന്നാണ് പറയുക. അപ്പോൾ ഉദാഹരണത്തിന് അഹ്മദു എന്നുള്ളത് ഫിഇലിനോട് സാദൃശ്യമുള്ള അഫ്ആലു അഹ്മദു ഇസ്മാണ്. ഇതിന് ഫിഇലിനോടാണ് സാദൃശ്യം. അതുകൊണ്ട് തന്നെ ഇത്തരം ഫിഇലിനോട് സാദൃശ്യമുള്ള, ഇപ്പോൾ അഹ്മദു എന്നൊരു വ്യക്തിക്ക് പേരിടാം, അഹ്മദ്. നബി തങ്ങളുടെ പേരിലൊരു പേരാണല്ലോ അഹ്മദു. അതേപോലെ തന്നെ ഫിഇലായിട്ട് ഇതിന് അർത്ഥം പറയാം, അഹ്മദു ഞാൻ അള്ളാഹുവിനെ ഞാൻ ഹംദ് നിർവഹിക്കും എന്ന് പറയാം. അപ്പോൾ ഇതിന് ഫിഇലിനോട് സാദൃശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഫിഇലിനോട് സാദൃശ്യമുള്ള ഇസ്മുകളെ തൻവീനിൽ നിന്ന് തടയും. അതുകൊണ്ട് ഇത്തരം ഇസ്മുകൾക്ക് ഗൈർ മുൻസരിഫ് എന്ന് പറയും, ഗൈർ മുനവ്വൻ എന്ന് പറയും. അപ്പോൾ ഹർഫിനോട് സാദൃശ്യമുള്ള ഇസ്മുകളുണ്ട്, ഫിഇലിനോട് സാദൃശ്യമുള്ള ഇസ്മുകളുണ്ട്. എന്നാൽ കൂടുതൽ ഇസ്മുകളും ഹർഫിനോട് സാദൃശ്യമുള്ളതുമല്ല, ഫിഇലിനോട് സാദൃശ്യമുള്ളതല്ല. പിന്നെയോ അത് യഥാർത്ഥ ഇസ്മുകളാണ്. ഹർഫിലേക്കും നീങ്ങിയിട്ടില്ല, ഫിഇലിലേക്കും നീങ്ങിയിട്ടില്ല. അത് ഇസ്മ എന്ന ആ ഹുക്കുമിൽ ഉറച്ചു നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവയിൽ തൻവീന് വരും. ആ തൻവീൻ അറിയിക്കുന്നത് എന്താണ്? ഇത് യഥാർത്ഥ ഇസ്മാനി എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇസ്മ എന്ന ഹുക്കുമ് നേടിക്കൊടുക്കുന്നു ഈ തൻവീൻ. അതിനെ ഇസ്മെന്ന് ഉറപ്പിക്കുന്നു ഈ തൻവീൻ. അതുകൊണ്ടാണ് ഇത്തരം തൻവീനുകൾക്ക് തൻവീനു തംകീൻ എന്ന് പറയുന്നത്. തൻവീനു തംകീൻ. ഈ പദങ്ങൾക്ക് ഇസ്മെന്ന അതിൻ്റെ ഹുക്കുമിനെ ഉറപ്പിക്കുന്നു, ബലപ്പെടുത്തുന്നു ഈ തൻവീൻ. അതുകൊണ്ട് ഇത്തരം തൻവീനുകളെ തൻവീനു തംകീൻ എന്ന് പറയും. മറ്റൊരു തൻവീൻ്റെ ഇനമാണ് തൻവീനു തൻകീർ. അത്തൻകീർ. ഈ തൻവീനു തൻകീർ അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? നക്കിറയാക്കാനുള്ളത് എന്നാണ്. അത് രണ്ട് ഇടങ്ങളിലാണ് വരിക. ഒന്ന് ഇസ്മു ഫിഇലിൽ. ഫിഇലിൻ്റെ അർത്ഥമുണ്ടാവുകയും എന്നാൽ ഫിഇലിൻ്റെ അലാമത്തുകൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഇസ്മുകൾ നമ്മൾ പഠിച്ചല്ലോ. ഇസ്മു ഫിഇലിൽ വരും. പിന്നെ ഈ തൻവീൻ തൻകീർ. അതേപോലെ വൈഹി എന്ന അവസാനമുള്ള ഇസ്മുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് മസ്കവൈഹി, ഖാലവൈഹി, സീബവൈഹി,
സീബവൈഹി. ഈ ഉണ്ടോ വൈഹിയിലാണ് ഇതൊക്കെ അവസാനിക്കുന്നത്. ഉണ്ടോ ഇവിടെ വൈഹി, ഇവിടെ വൈഹി, ഇവിടെ വൈഹി. മസ്കവൈഹി, ഖാലവൈഹി, സീബവൈഹി. ഇങ്ങനെ വൈഹിയിൽ അവസാനിക്കുന്ന ഇസ്മുകൾ, അതേപോലെ ഇസ്മു ഫിഅലുകൾ, ഇവയിലാണ് ഈ തൻവീനു തൻകീർ വരിക. എന്താ ആ തൻവീനു തൻകീർ വന്നാൽ പിന്നെ അതിൻ്റെ പ്രത്യേകത? ഇപ്പോൾ മഹ് എന്ന് പറയും. മഹ് എന്ന് പറഞ്ഞാൽ അത് ഇസ്മു ഫിഅലാണ്. അതിൻ്റെ അർത്ഥം മിണ്ടല്ലേ എന്നാണ്, നീ മിണ്ടല്ലേ എന്നാണ് മഹ്. അതേപോലെ ഈഹിൻ എന്ന് പറയും. ഈഹിൻ അല്ലെങ്കിൽ ഈഹിൻ എന്നല്ല, ഈഹി എന്ന് പറയും. ഈഹി എന്ന് പറയും. മഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളോട് നമ്മൾ അയാളുടെ സംസാരം നിർത്താൻ ആവശ്യപ്പെടുകയാണ്. ഒരു സംസാരം നടത്തുന്നു. അപ്പോൾ ആ സംസാരം നിർത്താൻ ആവശ്യപ്പെടുന്നതിനാണ് മഹ് എന്ന് പറയും. മഹ്, നീ മിണ്ടല്ലേ. ഇപ്പോൾ ഒരാളൊരു വിഷയം സംസാരിക്കുകയാണ്. അപ്പോൾ ആ വിഷയം ഇപ്പോൾ ഒരു നമീമത്താണ്, ഒരു ഗീബത്താണ്. അപ്പോൾ അയാളോട് പറയണം മഹ്, നീ ഈ പറയുന്ന ഗീബത്ത് നിർത്ത്, നമീമത്ത് നിർത്ത്. മനസ്സിലായേ? അപ്പോൾ ഒരു നിർണിത സംസാരം നിർത്താനാണ് മഹ് എന്നുള്ളത് അറിയിക്കുന്നത്. എന്നാൽ ഇവിടെ മഹിൻ എന്ന് പറഞ്ഞാൽ, മഹിൻ എന്ന് പറഞ്ഞാൽ, ഈ മഹ് എന്നുള്ളതിൽ ഇത് തൻവീനായിട്ട് നൽകിയിട്ട് പറഞ്ഞാൽ അവിടെ നീ ഒരു സംസാരവും നടത്തല്ലേ എന്നാണ്. ഒരു സംസാരവും നടത്തല്ലേ, നീ മിണ്ടല്ലേ എന്നാണ്. മനസ്സിലല്ലേ? അപ്പോൾ ഇവിടെ മഹ് എന്ന് പറയുമ്പോൾ നിൻ്റെ നമീമത്ത് എനിക്ക് കേൾക്കണ്ട എന്ന അർത്ഥത്തിൽ, നീ എന്നെ അലവസരപ്പെടുത്തല്ലേ, പ്രയാസപ്പെടുത്തല്ലേ, ഭാവിയാക്കല്ലേ എന്ന അർത്ഥത്തിൽ. മഹിൻ എന്ന് പറയുമ്പോഴോ, നീ ഒരു സംസാരം നടത്തല്ലേ, എനിക്കൊന്ന് വിശ്രമിക്കണം, എനിക്കൊന്ന് പിന്നെ ഉറങ്ങണം, അതുകൊണ്ട് നീ ഒന്നും പറയല്ലേ എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഒരു സംസാരവും നടത്തരുത് എന്ന അർത്ഥത്തിൽ കിട്ടാനാണ് എന്ത് ചെയ്യുന്നത്, മഹീൻ എന്ന് പറയുന്നത്. എന്നാൽ മഹി എന്ന് പറഞ്ഞാലോ, ഒരു നിർണിത വിഷയം അത് സംസാരിക്കല്ലേ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ മഹി എന്നുള്ളത് ഒരു നിർണിത മുഅയ്യനായ ഒരു കാര്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മഹീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നിർണിതമായ കാര്യമല്ല. പിന്നെയോ അത് ഉണ്ടോ തൻകീർ, ഒരു നിർണിതമായിട്ടുള്ളതല്ല, പിന്നെ ഗൈർ മുഅയ്യനായ ഒരു കാര്യത്തെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇവിടെ മസ്കവൈഹി, മസ്കവൈഹി എന്നുള്ള പിന്നെ ഈ പേര് മസ്കവൈഹി, നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണം ഇതാണ്, ഖറഅതു ലി മസ്കവൈഹി, വൈഹി ഖറഅതു ഞാൻ വായിച്ചു, ലി മസ്കവൈഹി, മസ്കവൈഹിക്കുള്ള ഒരു പിന്നെ ഗ്രന്ഥം, അല്ലെങ്കിൽ മസ്കവൈഹി ഒരു പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപനം ഞാൻ വായിച്ചു. ഖറഅതു ലി മസ്കവൈഹി. അപ്പോൾ മസ്കവൈഹി എന്ന് പറഞ്ഞിട്ട് ഒരു നിർണിത പുരുഷനുണ്ട്, നിർണിത ഒരു വ്യക്തിയുണ്ട്. മസ്കവൈഹി എന്ന് പറയുമ്പോൾ അയാളാണ് ഉദ്ദേശം. അപ്പം അയാൾക്കുള്ളത് ഞാൻ വായിച്ചു എന്നാണ് ഖറഅതു. എന്നാൽ ഖറഅതു ലിമസ്കവൈഹിൻ എന്ന് പറഞ്ഞാൽ ഉണ്ടോ, ഇവിടെ വൈഹി എന്ന് പറയുമ്പോൾ ആ നിർണിത പുരുഷനാണ്, അമവികളുടെ അല്ലെങ്കിൽ അബ്ബാസികളുടെ ഭരണകാലത്ത് കഴിഞ്ഞുപോയ പണ്ഡിതൻ, അയാളാണ് മസ്കവൈഹി. എന്നാൽ വേറൊരു മസ്കവൈഹി, വേറൊരാൾ, അയാൾ ഈ മസ്കവിയെ പോലെ അറിയപ്പെട്ടതല്ല, പിന്നെയോ ഏതോ ഒരു കാലത്ത് ജീവിച്ച ഒരാളാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു അധ്യാപനം ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലല്ലേ, ഖറഅതു ലി മസ്കവൈഹിൻ എന്നാണ് പറയാം. മസ്കവൈഹിൻ, ഏതോ ഒരു മസ്കവൈഹി ഇല്ലേ. ഇവിടെ മസ്കവൈഹി എന്ന് പറയുമ്പോൾ മുഅയ്യനായി നിർണയിച്ചു, അവിടെ തൻവീനില്ല, നിർണിത പുരുഷനാണ്. എന്നാൽ മസ്കവൈഹിൻ എന്ന് പറയുമ്പോൾ അതേതോ ഒരു മസ്കവൈഹിയാണ്. അപ്പോൾ ഈ ഒരു തൻകീർ, നക്കീറ, അതിനെ അറിയിക്കുന്നു ആര്, ഈ തൻവീൻ. അതുകൊണ്ട് ഇത്തരം തൻവീനാണ് തൻവീനു തൻകീർ എന്ന് പറയുക, നക്കിറയാക്കാനുള്ള തൻവീൻ ഉണ്ടോ. ഈ തൻവീൻ കൊടുത്തതോടുകൂടി എന്തായി, ആള് അറിയപ്പെടാത്ത ആളായി. എന്നാൽ ഈ തൻവീൻ ഇല്ലാതെ ഇവിടെ പറഞ്ഞപ്പോൾ അത് അറിയപ്പെട്ട ഒരാളായി. മനസ്സിലല്ലേ? ഇവിടെ തൻവീനോട് കൂടിയിട്ട് പറഞ്ഞപ്പോൾ എല്ലാ സംസാരമായി. എന്നാൽ തൻവീൻ ഇല്ലാതെ മഹ് എന്ന് പറഞ്ഞപ്പോൾ ഒരു നിർണിത സംസാരമായി. അപ്പോൾ ഇത്തരം തൻവീനുകൾക്കാണ് തൻവീനു
തംകീൻ എന്ന് പറയുക. തൻവീനു തംകീൻ എന്ന് പറയുക. ഇനി തൻവീനുകളിൽ മറ്റൊന്ന് തൻവീനുൽ മുഖാബിലയാണ്. അൽ മുഖാബില. ഈ തൻവീൻ മുഖാബില അത് ജമ്മു മുഅന്നസ് അസാലിമിലാണ് വരിക. ജമ്മു മുഅന്നസ് അസാലിമിൽ വരുന്ന തൻവീനാണ്. ഇപ്പോൾ മുസ്ലിമാത്ത്, മുസ്ലിമാത്തുൻ അല്ലെങ്കിൽ മുസ്ലിമാത്തിൻ. ഇവിടെ തൻവീനുണ്ട്, മുസ്ലിമാത്തുൻ എന്നിടത്ത് തൻവീനുണ്ട്. ഇവിടെ മനസ്സിലായില്ലേ? ഇത് റഫിൻ്റെ സന്ദർഭത്തിൽ മുസ്ലിമാത്തുൻ, ജറിൻ്റെയും നസ്ബിൻ്റെയും സന്ദർഭത്തിൽ മുസ്ലിമാത്തിൻ. ഈ തൻവീനിനെ കുറിച്ച് പറയുന്നത് അത് തൻവീൻ മുഖാബില എന്നാണ്. മുസ്ലിമൂൻ എന്നിടത്തൊരു നൂനുണ്ട്, മുസ്ലിമൂന അല്ലെങ്കിൽ മുസ്ലിമീന. ഇത് ജമ്മു മുദക്കർ സാലിം എന്നാണ് പറയുക. ഇത് ജമ്മു മുഅന്നസ് അസാലിം എന്നാണ് പറയുക. മുസ്ലിമൂൻ എന്നതിലെ നൂന്, ഈ നൂന് മുഖാബിലായിട്ട് ജമ്മു മുഅന്നസ് സാലിമിൽ ഇവിടെ നൂനില്ല. മുസ്ലിമാത്തുൻ എന്നുള്ളിടത്ത് നൂനില്ല, ഈ നൂനില്ല. അപ്പം അതിന് മുഖാബിലായിട്ട് വന്നതാണ് ഈ തൻവീൻ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ മുസ്ലിമുൻ നോക്കിയേ, ഇവിടെ മുസ്ലിമുൻ എന്നതിൽ തൻവീനുണ്ട്. ആ തൻവീന് തംകീനാണ്. ഖാലിദുൻ സൈദുൻ എന്നതിലുള്ള പോലെ മുസ്ലിമുൻ എന്നതിലെ തൻവീൻ ഉണ്ടല്ലോ, അത് ഈ മുസ്ലിമുൻ എന്നുള്ള പദം ഇസ്മ അർഹിക്കുന്ന തൻവീനാണ് ഈ തൻവീന് തംകീൻ. അതിൽ പോകാൻ പാടില്ല. പക്ഷെ അതിനെ ജമ്മു മുദക്കർ സാലിമാക്കിയപ്പോൾ ആ തൻവീന് പോയി. മുസ്ലിമൂന എന്നപ്പോൾ തൻവീന് പോയി. മനസ്സിലല്ലേ? അപ്പോൾ ഈ മുഫ്രദിനെ ജമ്മാക്കിയപ്പോൾ തൻവീന് പോയി. അതിനർഹപ്പെട്ട ഒരു ചിഹ്നമാണ് ഈ തൻവീന് തംകീൻ. കാരണം അതിന് ഹർഫിനോട് സാദൃശ്യമല്ല, ഫെയിലിനോട് സാദൃശ്യമല്ല. അത് യഥാർത്ഥ ഇസ്മാണ്, മോറബായ യഥാർത്ഥ ഇസ്മാണ്. അപ്പോൾ അതിനുള്ള അർഹമായ ഒരു പരിഗണനയാണ് ഈ തൻവീന് തംകീൻ അതിന് നൽകി എന്നത്. പക്ഷെ അതിനെ ജമ്മാക്കിയപ്പോൾ തൻവീന് പോയി. മുസ്ലിമൂന തൻവീനില്ല. അപ്പോൾ ഇവിടെ ആ തൻവീനിന് പകരമാണ് ഇവിടെ ഈ നൂന് വന്നത്. മുസ്ലിമൂന എന്നുള്ള നൂന് വന്നത് തൻവീനിന് പകരമായിട്ടാണ്. എന്നാൽ മുസ്ലിമാത്തുൻ എന്നതിൽ ഇവിടെ എന്തില്ല? മുസ്ലിമാത്ത് എന്നുള്ള ജമ്മു മുഅന്നസിൽ ഈ നൂനില്ല. തൻവീനിന് പകരം വന്ന നൂനില്ല. അതുകൊണ്ട് തന്നെ ഈ നൂനിന് മുഖാബിലായിട്ട് ജമ്മു മുഅന്നസ് അസാലിമിൽ തൻവീൻ കൊടുത്തു. ശരി, അതുകൊണ്ടാണ് ഇതിന് തൻവീനുൽ മുഖാബില എന്ന് പറയുന്നത്. ജമ്മു മുദക്കർ സാലിമിലെ നൂനിന് മുഖാബിലായിട്ട്, അതിന് അഭിമുഖമായിട്ട് ജമ്മു മുഅന്നസ് സാലിമിൽ നൽകുന്ന തൻവീൻ. ഇത് ഈ തൻവീൻ മുഖാബില അത് ഈ ജമ്മു മുഅന്നസ് സാലിമിൽ മാത്രമാണ് ഉണ്ടാവുക. അതിന് മാത്രം നൽകുന്നതാണ്. അത് നൽകാനുള്ള കാരണമാണ് ഞാനിവിടെ ഉണർത്തിയത്. ഇനി തൻവീനുൽ ഇവദ് എന്ന് പറയുന്ന തൻവീൻ, അതാണ് നാലാമത്തെ തൻവീൻ്റെ വകുപ്പ്. അൽ ഇവദ്. ഇവദ് എന്ന് പറഞ്ഞെങ്കിൽ പകരായി വരുന്നത് എന്നാണ്. തൻവീനുൽ ഇവദ് എന്ന് പറയും. മനസ്സിലായില്ലേ? ഈ തൻവീനുൽ ഇവദ് ചിലപ്പോൾ ഒരു അക്ഷരത്തിന് പകരമായി വരും, ചിലപ്പോൾ ഒരു കലിമത്തിന് പകരമായി വരും, ചിലപ്പോൾ ഒരു ജുംലക്ക് അല്ലെങ്കിൽ കുറേ ജുംലകൾക്ക് പകരമായിട്ട് വരും. ഇപ്പോൾ ജവാരി അതേപോലെ ഗവാഷി, ഇതിനെ ജവാരിൻ എന്ന് പറയും. ജവാരിൻ. ഗവാഷി എന്നതിന് ഗവാഷിൻ എന്ന് പറയും. ഇവിടെ ജവാരി എന്നതിൽ യാണ്ട്, അതേപോലെ ഗവാഷി എന്നതിലും യാണ്ട്. ഈ യാന് പകരമാണ് ഈ തൻവീൻ ജവാരിൻ ഗവാഷിൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ തൻവീൻ ഈ യാക്ക് പകരം വന്നതാണ്. അതാണ് തൻവീനുൽ ഇവദ്.
ഒരക്ഷരത്തിന് പകരം തൻവീന് വരും. അതേപോലെ തന്നെ ഒരു ഇസ്മിന് പകരം പിന്നെ ഒരു പദത്തിന് പകരം തൻവീന് വരും. അതിന് ഉദാഹരണം ഈ കുൽ കുല്ലു യഅമലു അലാ ഷാക്കിലത്തിഹി എന്ന് പറയും. കുല്ലുൻ യഅമലു, കുല്ലുൻ അവിടെ തൻവീനുണ്ട്, കുല്ലുൻ യഅമലു എന്നാണ്. അവിടെ കുല്ലുൻ എന്നുള്ള തൻവീനുണ്ടല്ലോ, അവിടെ കുല്ലു ഇൻസാനിൻ യഅമലു എന്നാണ്. കുല്ലു ഇൻസാനിൻ, കുല്ലു ഇൻസാനിൻ. ഈ ഇൻസാനിൻ എന്ന കലിമത്തിന് പകരമാണ് ഇവിടെ ഈ തൻവീൻ വന്നത്. കുല്ലുൻ യഅമലു, എല്ലാ മനുഷ്യനും പ്രവർത്തിക്കുമെന്നാണ്. അപ്പോൾ ആ മനുഷ്യൻ എന്നുള്ളതിന് അവിടെ പദം ഇല്ല, ഇൻസാൻ എന്നുള്ള പദമല്ല. പക്ഷെ അതിന് പകരം ഇവിടെ എന്തെന്ന് വന്നിട്ട് ഈ തൻവീൻ വന്നിട്ട് കുല്ലുൻ. തിൽക റുസുൽ ഫദ്ദൽനാ ബഅദഹും അലാ ബഅദിൻ, അലാ ബഅദിൻ, ബഅദിൻ. ഇവിടെ ഈ ബഅദിൻ എന്നുള്ളതിൽ ഇവിടെ തൻവീൻ വന്നു. മനസ്സിലായില്ലേ? അവിടെ തിൽക റുസുൽ, ആ റസൂലുമാർ, ഫദ്ദൽന നാം ശ്രേഷ്ഠപ്പെടുത്തി, ബഅദഹും അവരിൽ ചിലരെ, അലാ ബഅദിൻ അവരിൽ ചിലരേക്കാൾ എന്നാണ്, അവരിൽ ചിലരേക്കാൾ, അലാ ബഅദിഹിം എന്നാണ് അല്ലേ. ഈ ഹിം എന്നതിന് പകരമാണ് ഇവിടെ ആര് വന്നത്? ഈ തൻവീൻ വന്നത്. അപ്പോൾ ഒരു കലിമത്തിന് പകരം വരുന്ന തൻവീൻ, അതാണ് തൻവീനുൽ ഇവദ്. മനസ്സിലായോ? പിന്നെ അതേപോലെ ഒരു ജുംലക്ക് പകരം അല്ലെങ്കിൽ പല ജുംലകൾക്ക് പകരം തൻവീന് വരും. അതിന് പണ്ഡിതന്മാർ ഉദാഹരിക്കുന്നത് ഇപ്പോൾ സൂറത്തു സൽസല, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാ ലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. യൗമഇദിൻ, യൗമഇദിൻ, അവിടെ യൗമഇദിൻ തുഹദ്ദിസു എന്നാണ്. ഈ തൻവീനിന് കുറേ ജുംലകൾക്ക് പകരം, കുറേ സെൻറ്റൻസുകൾക്ക് പകരം വന്ന തൻവീനാണ്. എന്താണ് ആ സെൻറ്റൻസുകൾ? അതാണ് ഇപ്പോൾ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമി അതിൻ്റെ പ്രകമ്പനം കൊണ്ടാൽ, വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹ, ഭൂമി അതിൻ്റെ ഭാരങ്ങളെ പുറത്തിട്ടാൽ, വഖാലൽ ഇൻസാനു മാ ലഹ, മനുഷ്യൻ ഭൂമിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയും ചെയ്താൽ, യൗമഇദിൻ, ആ ദിവസം, ആ നാൾ. അവിടെ ഈ യൗമ ഈദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൻവീൻ അറിയിക്കുന്നത് യൗമ ഇതെന്ന് പറഞ്ഞാൽ യൗമ സുൽസിലത്തിൽ അർദു സിൽസാലഹ വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാ ലഹ. ഈ മൂന്ന് സെൻറ്റൻസുകൾ അവിടെ ഇതിൻ എന്നുള്ളതിൽ ഉദ്ദേശമാണ്. ഭൂമി പ്രകമ്പനം കൊള്ളുകയും ഭൂമി അതിൻ്റെ ഭാരങ്ങൾ പുറത്തേക്ക് വലിച്ചിടുകയും ഭൂമിക്ക് എന്ത് പറ്റിയെന്ന് മനുഷ്യൻ ചോദിക്കുകയും ചെയ്താൽ ആ ദിവസം, ആ ദിവസം. അപ്പോൾ ഈ മൂന്ന് സെൻറ്റൻസുകൾക്ക് പകരമാണ് ആര് വന്നിട്ടുള്ളത്? ഈ തൻവീൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ജുംലക്ക് അല്ലെങ്കിൽ പല ജുംലകൾക്ക് പകരം തൻവീന് വരും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഈ ഹീന ഇദിൻ തൻദുറൂൻ, ഹീന ഇദിൻ തൻദുറൂൻ. ഹീന ഇദിൻ എന്ന് പറഞ്ഞാൽ പിന്നെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ സമയം നോക്കുമെന്നുള്ളതാണ്. ആ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹീന ഇദിൻ എന്ന് പറഞ്ഞാൽ ഹീന ഇദ് ബലഗത്തിൽ റൂഹു അൽ ഹുൽഖൂം, ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന ആ സമയം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ സെൻറ്റൻസ് അവിടെ പറഞ്ഞില്ല, പക്ഷെ അതിന് പകരം അവിടെ ഹീന ഇദിൻ തൻവീനാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരം തൻവീൻ, ഇതിനാണ് തൻവീനുൽ ഇവദ് എന്ന് പറയുക. ഏതായാലും തൻവീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അത് നൂനുൻ സാക്കിനത്തുൻ തൽഹഖു ഫി അവാഖിരിൽ കലിമാത്തി ലഫ്ദൻ ലാ ഖത്തൻ. തൻവീൻ അത് പല ഇനമുണ്ട്. തൻവീനു തംകീൻ, തൻവീനു തൻകീർ, തൻവീനുൽ മുഖാബല, തൻവീൻ അൽ ഇവദ്, ഇങ്ങനെ പിന്നെ 4 ഇനമുണ്ട്. വേറെയും തൻവീനുകളുണ്ട്. തൻവീനുൽ ഖാലി, അതേപോലെ തൻവീനു തർനീം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കവിതയിൽ പിന്നെ ചില ഉദാഹരണങ്ങൾ വെച്ച് പണ്ഡിതന്മാർ പറയുന്നതാണ്. പക്ഷെ പ്രധാനപ്പെട്ട 4 തൻവീനുകളെയാണ് നമ്മളിവിടെ ഉദാഹരിച്ചത്, വിശദീകരിച്ചത്. ബഹുമാന്യ പഠിതാക്കൾ ഉണർത്തിയൊരു വിഷയം, നമ്മൾ ജറിൻ്റെ ഇസ്മിൻ്റെ അലാമത്തുകൾ പറഞ്ഞപ്പോൾ ബിൽ ജർരി വ തൻവീനി വന്നീദാ വ അൽ വ മുസ്നദിൻ ലിൽ ഇസ്മി തമ്മീസുൻ ഹസൽ എന്ന് പറഞ്ഞേ. അവിടെ ജറ് കൊണ്ട്, തൻവീന് കൊണ്ട്, നിദ കൊണ്ട്, അൽ കൊണ്ട്, മുസ്നദ് കൊണ്ട് പിന്നെ ഇസ്മിന് തമ്മീസ് കരഗതമാകും എന്നാണ്. അവിടെ മുസ്നദ് വ മുസ്നദിൻ എന്ന് പറഞ്ഞിടത്ത് വ മുസ്നദിൻ, മുസ്നദ് കൊണ്ടും
ഇസ്മിന് തമീസ് കിട്ടും എന്ന് പറയില്ലേ. അവിടെ മുസ്നദിൻ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അറബി പ്രയോഗം മുസ്നദ് എന്നാണ് പ്രയോഗിച്ചത്. പക്ഷേ അവിടെ മുസ്നദുൻ ഇലൈഹി എന്നാണ് പറയേണ്ടിയിരുന്നത്. മുസ്നദുൻ ഇലൈഹി എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ മുസ്നദ് എന്ന് പിന്നെ സംസാരത്തിൽ വന്നുപോയി. അപ്പോൾ ചിലരത് ഉണർത്തി. മുസ്നദ് കൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇത് മുസ്നദ് എന്നുള്ളത് പിന്നെ മിമിയായ മസ്ദറായിട്ടും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇസ്നാദ് എന്നുള്ളതാണ് ഉദ്ദേശം. പിന്നെ ഇവിടെ മുസ്നദിൻ എന്ന് പറഞ്ഞാൽ മുസ്നദിൻ ഇലൈഹി അല്ലെങ്കിൽ അൽ ഇസ്നാദു ഇലൈഹി, അതിലൂടെ ഇസ്മിന് അലാമത്ത് വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഖാമ, ഉദാഹരിച്ചത് ഖാമ സൈദുൻ. ഖാമ എന്നുള്ളത് മുസ്നദാണ്, സൈദുൻ എന്നത് മുസ്നദുൻ ഇലൈഹിയാണ്. ഖാമ എന്നുള്ള ഹുക്മിനെ അല്ലെങ്കിൽ ഖബറിനെ ഫുഇലിനെ അതിനെയാണ് ചേർക്കുന്നത്. അത് മുസ്നദാണ്. ആരിലേക്കാണ് ചേർക്കുന്നത്? സെയ്ദുൻ സെയ്ദുൻ എന്നതിലേക്ക്. അപ്പോൾ സെയ്ദ് മുസ്നദുൻ ഇലൈഹിയാണ്. മുസ്നദുൻ ഇലൈഹി എപ്പോഴും ഇസ്മായിരിക്കും. മുസ്നദുൻ ഇലൈഹി എപ്പോഴും ഇസ്മായിരിക്കും. മുസ്നദുൻ ഇലൈഹി ഒരിക്കലും ഫുഇൽ ആവുകയില്ല എന്നുള്ളതാണ്. ഒരു ഇസ്മിനെ അറിയിക്കുവാനുള്ള അടയാളങ്ങളിൽ ഏറ്റവും പ്രത്യേകമായ അടയാളമാണ് മുസ്നദുൻ ഇലൈഹി. മുസ്നദുൻ ഇലൈഹി ജർറ് കൊണ്ട് അറിയാം, തൻവീൻ കൊണ്ടറിയാം, അൽ കൊണ്ടറിയാം, അതേപോലെ തന്നെ നിത കൊണ്ടൊക്കെ ഇസ്മിനെ അറിയാം. പക്ഷേ ഇസ്മിനെ അറിയിക്കുന്ന അടയാളങ്ങളിൽ ഏറ്റവും സവിശേഷമായ അടയാളമാണ് മുസ്നദുൻ ഇലൈഹി. ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയെ ഏതൊന്നിലേക്ക് ചേർക്കുന്നുവോ അതാണ് മുസ്നദുൻ ഇലൈഹി. അതെന്തായിരിക്കും? ഇസ്മായിരിക്കും. അപ്പോൾ ഇവിടെ ഖാമ എന്നുള്ള ഫിഇലിനെ നമ്മൾ ചേർത്തു. അപ്പോൾ ഖാമ എന്നുള്ളത് മുസ്നദാണ്. അതിനെ ചേർത്തത് സെയ്ദ് എന്ന ഇസ്മിലേക്കാണ്. അത് മുസ്നദുൻ ഇലൈഹിയാണ്. മനസ്സിലായി? മുസ്നദുൻ ഇലൈഹി എല്ലാം എന്തായിരിക്കും? ഇസ്മായിരിക്കും. ഇപ്പോൾ പിന്നെ സെയ്ദുൻ ഖായിമുൻ നമ്മൾ ഉദാഹരിച്ചു. സെയ്ദുൻ ഖായിമുൻ. ഇവിടെ ഖായിമുൻ എന്നുള്ള ഹുക്കും അല്ലെങ്കിൽ ഖായിമുൻ എന്നുള്ള ഖബർ അല്ലെങ്കിൽ ഖായിമുൻ എന്നുള്ള ഹദീസ് അത് ആരിലേക്കാണ് ചേർക്കുന്നത്? സെയ്ദിലേക്കാണ് ചേർക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ചേർക്കുന്നത് മുസ്നദാണ്. ഖായിമുൻ എന്നുള്ളത് മുസ്നദാണ്. അത് ആരിലേക്ക് ചേർത്തു? സെയ്ദിലേക്ക് ചേർത്തു. അപ്പോൾ സെയ്ദാണ് ഇവിടെ മുസ്നദുൻ ഇലൈഹി. മുസ്നദുൻ ഇലൈഹി അത് എപ്പോഴും ഇസ്മായിരിക്കും. അപ്പോൾ ഇസ്മിനുള്ള അടയാളമാണ് മുസ്നദുൻ ഇലൈഹി എന്നുള്ള പിന്നെ അതിനുള്ള ഹുക്കും, വിധി. ഇതാണ് ഇവിടെ ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ ഖുംതു എന്ന ഉദാഹരണം എഴുതിയാൽ ഖുംതു മനസ്സിലല്ലേ? ഇവിടെ ഞാൻ നിന്നു എന്നാണ്. അപ്പോൾ ഇവിടെ നിന്നു എന്നുള്ള ഈ പിന്നെ ഹുക്കും അല്ലെങ്കിൽ ഈ പിന്നെ സംസാരം അത് ആരിലേക്കാണ് ചേർത്തത്? തു എന്നതിലേക്കാണ് ചേർത്തത്. അതുകൊണ്ട് തന്നെ തു എന്നുള്ളതാണ് ഇവിടെ മുസ്നദുൻ ഇലൈഹി. മുസ്നദുൻ ഇലൈഹി. അപ്പോൾ ഇവിടെ തു എന്നുള്ളത് എന്താണ്? ഇസ്മാണ്. അത് മുസ്നദുൻ ഇലൈഹിയാണ്. കാരണം പിന്നെ ഖും അല്ലെങ്കിൽ പിന്നെ ഖാമ എന്നുള്ള ഫിഇലിനെ ഹുക്മിനെ അത് പിന്നെ അത് ചേർക്കപ്പെട്ടു. ഏതിലേക്ക് ചേർക്കപ്പെട്ടു? തു എന്ന മുസ്നദുൻ ഇലൈഹിയിലേക്ക്. അതുകൊണ്ട് തന്നെ തു എന്നുള്ളത് എന്താണ്? ഇസ്മാണ്. ആ വിഷയം നമ്മൾ പറഞ്ഞുപോയി. അവിടെ നമ്മൾക്ക് ഒരു പിന്നെ പ്രയോഗത്തിൽ ഒരു പിന്നെ ഇഷ്കാല് വന്നു. അതുകൊണ്ടാണ് അത് ചിലർ ഉണർത്തിയപ്പോൾ ഞാനത് ഇവിടെ നിന്ന് വിശദീകരിച്ചത്. ഇതാണ് അതിൽ പിന്നെ പറയാനുള്ളത്. ഇനി മറ്റൊരു വിഷയം, നമ്മൾ ഇസ്മ ഫഇലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വൽ അംറു ഇല്ലം യകു ലിന്നൂനി മഹൽ ഫീഹി ഹുവസ്മുൻ നഹ്വു സഹ് വ ഹയ്യഹൽ എന്നുള്ള അവിടെ
വൽ അംറു എന്നുള്ളിടത്ത് കൽപ്പനയെ അറിയിക്കുന്ന പദം എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ കൽപ്പനക്രിയ എന്നും പറഞ്ഞു. വൽ അംറു കൽപ്പനക്രിയ, ഇല്ലം യകു ലിന്നൂനി മഹല്ലുൻ ഫിഹി, അതിൽ നൂന് തൗക്കീദിന് ഹുലൂലില്ലെങ്കിൽ മഹല്ലില്ല എങ്കിൽ ഹുവ ഇസ്മുൻ, അത് ഇസ്മാകുന്നു. അവിടെ ഒരു ഇഷ്കാല് ചിലർ പറഞ്ഞു. അവിടെ കൽപ്പനക്രിയ എന്ന് പറയുന്നതിനേക്കാൾ സൂക്ഷ്മത അല്ലെങ്കിൽ പറയേണ്ടത് കൽപ്പനയെ അറിയിക്കുന്ന പദം എന്നാണ്. കൽപ്പനയെ അറിയിക്കുന്ന പദം എന്നാണ്. അപ്പോഴാണ് ഹുവ ഇസ്മുൻ എന്നുള്ള ഹുക്കുമ് അല്ലെങ്കിൽ ഖബർ അതിന് ശരിയാവുക എന്നുള്ള രീതിയിലാണ് ചിലർ പറഞ്ഞത്. പല വ്യാകരണ പണ്ഡിതന്മാരും ആ നിലയ്ക്ക് തന്നെ പറഞ്ഞിട്ടുള്ളത്. വൽ അംറു എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഫെയില് അംറ് എന്ന് പറയാതെ കൽപ്പനയെ അറിയിക്കുന്ന കലിമത്ത് പദം അല്ലെങ്കിൽ ലഫ്ദ് എന്നാണ് പറയേണ്ടത് എന്നാണ് വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ കൽപ്പനക്രിയ എന്ന അർത്ഥം പറഞ്ഞാലും വൽ അംറു എന്ന് പറഞ്ഞാൽ ഫെയിലുൽ അംർ കൽപ്പനക്രിയ എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ഒരു അർത്ഥത്തിൽ പെശക് ചില വ്യാകരണ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും വരുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ വൽ അംറു കൽപ്പനക്രിയ, അതിൽ നൂനി തൗക്കീദ് അതിന് മഹല്ലില്ല എങ്കിൽ, നൂന് തൗക്കീദ് അതിൽ ചേരില്ല എങ്കിൽ, വരില്ല എങ്കിൽ ഹുവ ഇസ്മുൻ എന്ന് പറഞ്ഞെങ്കിൽ അത് ഇസ്മാകും എന്ന് പറഞ്ഞാൽ ഇവിടെ ഹുവ ഇസ്മു ഫിഅലിൻ, അത് ഇസ്മു ഫിഅൽ എന്നാണ്. ഇസ്മ എന്നല്ല, പിന്നെ ഇവിടെ ഉദ്ദേശം ഈ ഇസ്മ എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം ഇസ്മു ഫിഅലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൽപ്പനക്രിയ എന്ന അർത്ഥം പറഞ്ഞാലും എന്തില്ല, അതിൽ ഒരു അർത്ഥം പെശകാണ് എന്ന് വരുന്നില്ല. ചില നഹ്വിൻ്റെ പണ്ഡിതന്മാർ ആ നിലക്ക് ഫെയിൽ അംർ ഫെയിൽ എന്ന അർത്ഥം നിലക്കും ഇതിനെന്ത് ചെയ്തിട്ടുണ്ട്, അർത്ഥം വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് നിലക്കും അതിന് അർത്ഥം പറയുന്നതിൽ പ്രശ്നമല്ല എന്നുള്ളത് അറിയിക്കാനാണ് ഇവിടെ ഞാൻ ആ ഒരു മസാല സൂചിപ്പിച്ചത്. ഇത്രയുമാണ് ഇതുവരെ നമ്മൾ പഠിച്ച ഈ പദ്യങ്ങളുടെ ബെയ്ത്തുകളുടെ വിഷയത്തിൽ ഒരു തൗദീഹ് വ്യക്തത വേണം എന്ന് മനസ്സിലായത്, അത് ഉണർത്തിയെന്ന് മാത്രം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും.